ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് സയൻസ് അല്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും സംഭവിക്കുന്നതും റിപ്പീറ്റബിലിറ്റി ഉണ്ടായിരിക്കണം, ആവർത്തനക്ഷമത. ഇന്നലെ ഞാൻ കണ്ടാണ്, പക്ഷെ ഇന്ന് എവിടെ പോയി നടക്കില്ല. ഇന്നും കാണണം, എന്നും കാണണം. സയൻസിന്റെ ക്ലെയിംസ് ഫാൾസിഫയബിൾ ആയിരിക്കണം, അതിന് റിപ്പീറ്റബിലിറ്റി ഉണ്ടായിരിക്കണം, അതിന് യൂണിവേഴ്സാലിറ്റി ഉണ്ടായിരിക്കണം, ഒബ്ജക്റ്റീവ് റാറ്റിഫിക്കേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ രോഗിയും ഡോക്ടറും പറയാണ്, രോഗി പറയുന്നു ഞാൻ മരുന്ന് കഴിച്ചു രോഗം മാറി, ഡോക്ടർ പറഞ്ഞു ഞാൻ മരുന്ന് കഴിച്ചു മരുന്ന് കൊടുത്തു അവന്റെ രോഗം മാറി. സയൻസ് അതെടുക്കില്ല. കാരണം എന്താണ്? രോഗിയും ഡോക്ടറോട് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു മരുന്ന് പുറത്തിറക്കാം, മാർക്കറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ രോഗിയായിട്ട് അഭിനയിക്കുന്നു, വേറെ ഡോക്ടറായിട്ട് അഭിനയിക്കുന്നു. ഡോക്ടർ പറയുന്നു ഞാൻ മരുന്ന് കൊടുത്തതാണ്, ഇതാണ് മരുന്ന്. രോഗി പറയുന്നു ഞാൻ കഴിച്ചതാണ്, മാറിക്കഴിഞ്ഞു. സയൻസ് എടുക്കുമോ? പൂജ്യമാണ് എൻ്റെ വില. അത് കപടശാസ്ത്രങ്ങൾക്കും ബദൽ ചികിത്സയിലും ഒക്കെ അനുഭവ സാക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് കാര്യം ചെയ്യാം. ഞാൻ കഴിച്ചു മാറി, ഞാൻ എന്നെ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളിയ കേസാണ്, ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സയൻസ് എന്താ പറയുന്നത്? ഉദാഹരണമായിട്ട് നിങ്ങളുടെ വയറ്റിൽ ആൾസർ, കുരുപ്പ്, അപ്പോൾ ഒരു മരുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ ഈ മരുന്ന് കൊടുത്തു, രോഗി പറഞ്ഞു ഞാൻ ഈ മരുന്ന് കഴിച്ചു. ഒരാഴ്ച കഴിഞ്ഞെന്ന് പറയാം രോഗം മാറിയെന്ന് രോഗി പറയുന്നു, ഡോക്ടർ പറഞ്ഞു ശരിയാണെന്ന് അയാളെ സമ്മതിക്കുന്നു. നമ്മളത് എടുക്കില്ല. പകരം എന്താ ചെയ്യുന്നത്? ഡോക്ടർ, രോഗി, എന്നിട്ട് നമ്മൾ ആദ്യം ഇയാളുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിന്റെ ഒരു ഇമേജ് എടുത്ത് നോക്കിയിട്ട് നോക്കും, കുരുപ്പുകൾ ഉണ്ടോ എന്ന് നോക്കും. എന്നിട്ട് ഇയാളുടെ രോഗം സ്ഥിരീകരിക്കാനായിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ഉൾപ്പെടെയുള്ള നിരന്തരമായ ടെസ്റ്റുകളെല്ലാം എടുക്കും. എന്നിട്ട് രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം ഇയാൾക്ക് മരുന്ന് കൊടുക്കും. മരുന്ന് കൊടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞാൽ എന്ന് പറയാണ് എൻ്റെ രോഗം മാറി. ഡോക്ടർ പറയുന്നത് ശരിയാണ്, നമ്മൾ അംഗീകരിക്കത്തില്ല. മറിച്ച് നമ്മൾ വീണ്ടും ഈ ടെസ്റ്റുകൾ ഒന്നുകൂടെ നടത്തും. ആദ്യത്തെ ഇമേജിൽ കുരുപ്പുണ്ടായിരുന്നു, ഇപ്പോൾ എടുത്തപ്പോൾ കുരുപ്പില്ല. ബ്ലഡ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ നോക്കിയപ്പോൾ ആദ്യത്തിൽ നിന്ന് നെഗറ്റീവാണ്, ഇപ്പോൾ അസുഖമില്ല. അപ്പോൾ ഇവർ രണ്ടുപേരെയും ക്ലെയിം നമ്മൾ അംഗീകരിക്കും, വീട്ടിൽ പോകും, സുഖമായിട്ട് അസുഖമില്ല. അങ്ങനെയാണ് എടുക്കുക. ഇനി മറിച്ച് ഇവിടെ വേറെ രസം, ഡോക്ടർ പറഞ്ഞ് രോഗം മാറി, രോഗി പറഞ്ഞ് രോഗം മാറി. പക്ഷെ നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പോൾ ഇമേജിൽ കുരുപ്പുകളുണ്ട്, ബ്ലഡ് ടെസ്റ്റും അനുകൂലമാണ്. അപ്പോൾ നമ്മൾ പറയും ഡോക്ടറും രോഗിയും കള്ളം പറയുകയാണ്. ഇനി രോഗി പറയാണ് എനിക്ക് രോഗം മാറിയില്ല, ഡോക്ടറും പറയുന്നു രോഗം മാറിയില്ല. നമ്മൾ ഇമേജുകളും മറ്റുള്ള ടെസ്റ്റ് റിസൾട്ട് നോക്കുമ്പോൾ ആദ്യത്തെ ഇമേജിൽ കുരുപ്പുകൾ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ ഇമേജിൽ ഒരു കുരുപ്പും ഇല്ല, ബ്ലഡ് ടെസ്റ്റുകൾ നെഗറ്റീവ്. എന്നിട്ട് പറയും അസുഖമൊക്കെ മാറി, ഇപ്പോൾ വേറെ ഏതോ അസുഖമാണ്, പോയാട്ടെന്ന് പറയും. ഇതാണ് ഒബ്ജക്റ്റീവ് റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. വ്യക്തികളല്ല തീരുമാനിക്കുന്നത്, വസ്തുനിഷ്ഠമായിട്ടാണ് സ്വീകരിക്കുന്നത്. നിങ്ങളുടെ അനുഭവങ്ങളല്ല, അനുഭവങ്ങൾ വെച്ച് കാര്യങ്ങൾ പോകുന്നതാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അനുഭവ സാഹിത്യം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. എല്ലാവരും അനുഭവ സാക്ഷിയാണ് പറയുന്നത്. അനുഭവമാണ് യഥാർത്ഥത്തിൽ. എൻ്റെ അനുഭവമാണെന്ന് പറയുന്നത്. കൈപ്പുണ്ണിന് കണ്ണാടി വേണമെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. അത് ശാസ്ത്രത്തിൽ എടുക്കുക, അതെല്ലാം കപടശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള രീതികളാണ്.